ഹലോ ഗായ്സ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്നലെ ശക്തിക്കുട്ടിനെ കൊണ്ട് ചെക്കപ്പിന് വന്ന ദിവസമായിരുന്നു കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. നേരത്തെ ഇറങ്ങിയാലേ സാധാരണ എപ്പോഴും താമസിച്ച് വരുമ്പോൾ തിരക്ക് കൂടി നമ്മളൊരു ഒരു മണി 1:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് കഴിഞ്ഞിറങ്ങുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞങ്ങൾ ഇന്നലെ നേരത്തെ തന്നെ വന്നു. അവിടെ ഒരു 8:30 ആയപ്പോൾ എത്തി. 8-9 മണിയൊക്കെ ആയപ്പോൾ എത്തി. ആദ്യമേ തന്നെ ബുക്കൊക്കെ എടുത്ത് വെച്ചു. കാണിക്കാനിരിക്കുകയാണ് കേട്ടോ. ശക്തിക്കുട്ടനാണ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്നലെ. എന്താണെന്നറിയാൻ പറ്റില്ല, രാവിലെ തൊട്ട് നല്ല മഴയാണ് കേട്ടോ. അവിടെ ചെന്നിരുന്നപ്പോഴും നല്ല തകർപ്പൻ മഴയായിരുന്നു. രുദ്രനാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ന്യൂസ് പേപ്പറൊക്കെ വലിച്ച് കീറാൻ നോക്കുക. അവസാനം പിന്നെ ശിവേട്ടനടുത്ത് കൈ പിടിച്ചോണ്ടിരിക്കുക. ഇപ്പം അതേ കൊഞ്ഞനം കുത്തി കാണിച്ചോണ്ടിരിക്കുക. നമ്മൾ അടങ്ങിയെന്ന് പറയുന്നിരിക്കത്തില്ല. അവനിങ്ങനെ ഓട്ടം ഓരോ കുരുത്തക്കേട് കാണിച്ചോണ്ടിരിക്കുക. അതിൻ്റെ ഇടക്ക് ഒരു നട്ടെടുത്ത് വായിലിട്ട് എന്തോ ചായച്ചോണ്ടിരിക്കാൻ നോക്കുമ്പോൾ ഒരു സ്ക്രൂവാ. അതും എടുത്ത് എവിടുന്നൊക്കെ തപ്പിയെടുക്കുന്നതാണെന്ന് ഒരു പിടിയുമില്ല. നമ്മൾ പോലും കാണാത്ത സാധനമാണ് തപ്പിയെടുക്കുക. അവന് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ശക്തമായിട്ടുള്ള മഴയാണ് 2-3 ദിവസമായിട്ട് ഇവിടെ ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ. നിങ്ങളുടെ നാട്ടിലെങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അവൻ്റെ തകർപ്പനായിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുക. നല്ല കാറ്റുമുണ്ട്. ഭാഗ്യത്തിന് ഞങ്ങളവിടെ ചെന്ന് കഴിഞ്ഞാണ് മഴ പെയ്യാൻ തുടങ്ങി. ഞങ്ങളവിടെ എത്തുന്നത് വരെ ദൈവാനുഗ്രഹം കൊണ്ട് മഴയൊന്നും പെയ്തില്ല. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ കാണിച്ചു. അപ്പം ഞങ്ങൾ ആദ്യമായിരുന്നത് കൊണ്ട് ഞങ്ങൾ അകത്ത് കയറിയിരുന്നു. ഇതാകട്ടെ ആശുപത്രിയുടെ അകം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അകത്ത് കയറി ഇരിക്കുന്നത് നല്ല ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് അവിടെ. നമുക്ക് അതിൻ്റെ അകത്ത് ഇരുന്ന് തന്നെ ഒരു മനസ്സമാധാനമൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു ഫീലാണ്. അപ്പം നമ്മൾ അതിൻ്റെ അകത്ത് കയറിയിരുന്നു. പുറത്ത് ഭയങ്കര തിരക്കൊക്കെ അല്ലേ. അപ്പോൾ ഇവന്മാർ അടങ്ങിയിരിക്കത്തില്ല. അതുകൊണ്ട് നമുക്കടുത്ത് നമ്മൾ ആദ്യം തന്നെ വിളിക്കുമല്ലോ. അപ്പോൾ അകത്ത് കയറി ഇരിക്കാമെന്ന് ഓർത്ത്. അപ്പം നമ്മളകത്ത് ഇരുന്നു. നമ്മളെ വിളിച്ചു. അതിൻ്റെ ഇടയ്ക്ക് അവൻ ഒരുത്തൻ അവിടെ കിടന്ന് തലകുത്തി നിന്ന് സർക്കസൊക്കെ കാണിക്കുന്നുണ്ട്. ഇവൻ ഭയങ്കര കുസൃതിയാണ്. ഒരു സമയം അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെ നമ്മളവിടെ നമ്മുടെ ഡോക്ടറിനെ കാണാനായിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാനും ശക്തിക്കുട്ടനും ശിവേട്ടനും ഒക്കെ മരുന്ന് മേടിച്ചു. ഞങ്ങളും അവിടെ തന്നെ എൻ്റെ ഒരു കാതിലൊരു മുഴ പോലെ ഇങ്ങനെ ഒരു തടിപ്പോലെ ഉണ്ട്. അത് ഒരു പ്രാവശ്യം സർജറി ചെയ്തതാണ്, എന്നിട്ട് മാറിയില്ല. അപ്പോൾ അതിനുള്ള മരുന്നും കൂടെ മേടിക്കണമായിരുന്നു. ഞങ്ങളുടെ മരുന്നൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ തിരിച്ച് വന്നു. എൻ്റെ വീട്ടിൽ വന്നു. അപ്പം അമ്മ ഇടിയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു. ശിവേട്ടനപ്പം തന്നെ തിരിച്ചു പോയി കേട്ടോ. ഞങ്ങൾ 2 ദിവസം അവിടെ നിർത്തി. അത് കഴിഞ്ഞ് ഉച്ചക്ക് ചോറും മോരും ബീറ്റ്റൂട്ട് തോരനും ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിച്ചു. ചിക്കൻ പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് പുറത്ത് ഇതിന് ഇറങ്ങിയപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അതൊക്കെ ഒരു ആമ വന്നു കേട്ടോ. അത് കാണാമോ? അത് ഒരു ആമ. അത് മണ്ണിൻ്റെ അടിയിലോട്ട് കുഴിച്ച് തന്നെ ഫുള്ളായിട്ട് മണ്ണിൻ്റെ അടിയിലോട്ട് ഇറങ്ങിപ്പോയി. ഒരു തുള്ളി പോലും കാണാൻ പറ്റാതെ. ഇപ്പം അത് മണ്ണിൻ്റെ അകത്തോട്ട് ഇങ്ങനെ മണ്ണ് കുഴിച്ച് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. ഒരു ചെത്തിമരത്തിൻ്റെ അടിയിലോട്ട് അതിങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പം അത് കഴിഞ്ഞ് വൈകിട്ടൊക്കെ ആയപ്പോൾ രുദ്രൻകുട്ടൻ ചോക്കോസ് പാലിലിട്ടത് കുടിച്ചോണ്ടിരിക്കുക കേട്ടോ. അവന് ചോക്കോസ് ഭയങ്കര ഇഷ്ടമാണ്. കോക്കോസ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അവൻ ചോക്കോസ് കഴിച്ചോണ്ടിരിക്കുകയാണ്. അത് വീഡിയോ എടുക്കുന്നതൊക്കെ വൈകിട്ട് ഒരു കമ്മറ്റി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ വന്നപ്പോൾ മുട്ട പപ്സ് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളായിരുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാം ടാറ്റാ.